ഹായ് ഓൾ, മോഡ്യൂൾ 5-ലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ്, അതേപോലെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസുമാണ്. അപ്പോൾ ഫസ്റ്റ് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ആണ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ടു ദ ഇൻസിഡന്റ് വോൾട്ടേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ റിസീവിംഗ് എൻഡ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, റേഷ്യോ ഓഫ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ടു ദ ഇൻസിഡന്റ് വോൾട്ടേജ് ആണ്. ഓക്കെ, റിഫ്ലക്റ്റഡും ഡിവൈഡ് ബൈ ഇൻസിഡന്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇതേപോലെ ഒരു ലെറ്റർ ആണ്. ഇതിനെ പറയുന്ന പേരാണത് ഗാമ. ഓക്കെ, അപ്പോൾ ഗാമ എന്നുള്ള ലെറ്റർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാമ കൊണ്ടാണ് എന്ത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻസ് അതിന്റെ സൊല്യൂഷൻ കണ്ടപ്പോൾ ഇതേപോലെ രണ്ട് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസിഡന്റ് വേവ് പ്ലസ് ഒരു റിഫ്ലക്റ്റഡ് വേവും കൂടിയത്. ഓക്കെ, അപ്പോൾ വി മൈനസ് ഇ ഗാമ സെറ്റിനെയാണ് എന്ത് പറയാറ്, റിഫ്ലക്റ്റഡ് എന്ന് പറയാറ്. അതേപോലെ വി പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ സെറ്റിനെയാണ് എന്ത് പറയാറ്, ഇൻസിഡന്റ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പത്തെ ഡെഫിനേഷൻസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻസിഡന്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻസിഡന്റ് വോൾട്ടേജ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അറ്റ് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണെങ്കിൽ, ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ ഗാമ എക്സ്, ഓക്കെ, വി മൈനസ് ഇ റേസ് ടു ഗാമ എക്സ് ഡിവൈഡ് ബൈ വി പ്ലസ് ഇ റേസ് ടു ഗാമ എക്സ്. ഇവിടെ നമ്മൾ സെഡിന്റെ ടേമിലായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സെഡിന് പകരം ഇത് എക്സ് ആക്കിയെന്നുള്ളൂ. ഓക്കെ, എക്സ് ആക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് വി മൈനസ് ഇ റേസ് ടു ഗാമ എക്സ് ഡിവൈഡ് ബൈ വി പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ എക്സ്. അതാണ് എന്ത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഫ്രം എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ. ഇനി നമ്മൾ ഒരു ലോഡ് എടുത്തു. ഓക്കെ, ഈ ലോഡിനെയാണ് നമ്മൾ ലോഡ് എൻഡിനെയാണ് സാധാരണ നമ്മൾ എന്താ പറയാറ്, റിസീവിംഗ് എൻഡ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ആ റിസീവിംഗ് എൻഡിൽ നിന്ന് കുറച്ച് അകലെ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടെത്തണം. ഓക്കെ, ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ റിസീവിംഗ് എൻഡ്, റിസീവിംഗ് എൻഡിൽ നിന്ന് ഡി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ഡി എന്ന് പറഞ്ഞാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എക്സിന് മൈനസ് ഡി. ഓക്കെ, റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റിന് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഫ്രം ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും, വി മൈനസ് ഇ റേസ് ടു ഗാമ ഡി. ഓക്കെ, വി മൈനസ് ഇ റേസ് ടു എക്സിന് മൈനസ് ഡി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഡി ഡിവൈഡ് ബൈ ഇവിടുത്തെ മൈനസും ഇതിന്റെ മൈനസും കൊണ്ട് എന്തായി പോകും, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം, ഈ ടേമിനെ ഇ റേസ് ടു ഗാമ ഡി എന്നുള്ള ടേമിനെ മുകളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ഗാമ ഡി എന്നാകും. ഇ റേസ് ടു മൈനസ് ഗാമ ഡിയും ഈ ഇ റേസ് ടു മൈനസ് ഗാമ ഡിയും കൂടി മൈനസ് ടു ഇ റേസ് ടു ഗാമ ഡി എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ വി മൈനസ് ഡിവൈഡ് ബൈ വി പ്ലസ് ഇ റേസ് ടു മൈനസ് ടു ഗാമ ഡി. ഇനി അത് റിസീവിംഗ് എൻഡ് അല്ലെങ്കിൽ ലോഡ് എൻഡിലാണെങ്കിൽ, അതായത് ഈ റിസീവിംഗ് എൻഡിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഈ ഡീന്റെ വാല്യൂ എന്തായി മാറിയിട്ടും, 0 ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഡീന്റെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ടാകും, 0 ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ആർ ഈസ് ഇക്വൽ ടു, ഓക്കെ, റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ആർ ഈസ് ഇക്വൽ ടു വി മൈനസ് ഡിവൈഡ് ബൈ വി പ്ലസ് ഇ റേസ് ടു 0 എന്ന് മാറും. ഇ റേസ് ടു 0ന്റെ വാല്യൂ എന്തോരും 1 ആണ്. അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഇക്വേഷൻ ആണ് എന്ത്, വി മൈനസ് ഡിവൈഡ് ബൈ വി പ്ലസ്. ഓക്കെ, വി മൈനസ് ഡിവൈഡ് ബൈ വി പ്ലസ്. ഓക്കെ, ആ ഇക്വേഷൻസ് എന്തൊക്കെയാ ഓർത്തിരിക്കുക. ഈ ടൈമിനാണ് എന്ത് പറയാറ്, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് അറ്റ് റിസീവിംഗ് എൻഡ് എന്ന് പറയും. ഓക്കെ, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് അറ്റ് റിസീവിംഗ് എൻഡിൽ ആയതുകൊണ്ടാണ് ഇത് ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ ആർ എന്ന് വെച്ചാൽ എന്താ, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് വി മൈനസ് ഡിവൈഡഡ് ബൈ വി പ്ലസ്. ഇനി നെക്സ്റ്റ് ടേം ആണത് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ. ഓക്കെ, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വോൾട്ടേജ് ടു ദ മിനിമം വോൾട്ടേജ് ഓഫ് എ ഫൈനൈറ്റ് ടെർമിനേറ്റഡ് ലൈൻ. ഓക്കെ, മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ മിനിമം വോൾട്ടേജിനെയാണ് ഇത് പറയാറ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എസ് അല്ലെങ്കിൽ എസ് ഡബ്ല്യു ആർ, വി മാക്സ് ഡിവൈഡ് ബൈ എന്താണ്, വേ മിനിമം ആണ്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ, ഈ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഈസ് റേഷ്യോ ഈസ് ദ മെഷർ ഓഫ് ദ ഇംപെഡൻസ് മിസ്മാച്ച്. ഓക്കെ, നമുക്ക് എന്തുണ്ടാക്കും, ഒരു കാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് ഉണ്ടാക്കും, അതേപോലെ ലോഡ് ഇംപെഡൻസ് ഉണ്ടാക്കും. അത് തമ്മിലുള്ള മിസ്മാച്ച് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ്, ഈ സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഉപയോഗിക്കാതെ. അതുവഴി പവർ ട്രാൻസ്ഫറും, ഓക്കെ, പവർ ട്രാൻസ്ഫറിലും എത്രത്തോളം മിസ്മാച്ച് സംഭവിക്കേണ്ടത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ജനറൽ ആയിട്ട് വി മാക്സും വി മിനിമം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ വി മാക്സ് എന്ന് വെച്ചാൽ എന്താ, വി പ്ലസും വി മൈനസും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക, വി മാക്സ് എന്നുള്ള ഇക്വേഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചിരുന്നു റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് ഡിവൈഡ് ബൈ വി പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് വി മൈനസ് കണ്ടെത്തുകയാണെങ്കിൽ എന്ത് വരും, വി പ്ലസ് ഗാമ ആർ എന്നായിട്ട് മാറും. ഓക്കെ, ആ വാല്യൂ ഈ വി മൈനസിന് എന്താണ്, ഗാമ ആർ ഇൻറ്റു വി പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിൽ രണ്ടിലും വി പ്ലസ് കോമൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വി പ്ലസ് ഇൻറ്റു 1 പ്ലസ് ഗാമ ആർ എന്നായിട്ട് വി മാക്സിമം കിട്ടി. ഓക്കെ, ഇതാണ് എന്ത്, ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത് വി മിനിമം കാണാൻ. വി മിനിമം എന്ന് വെച്ചാൽ വി പ്ലസ് മൈനസ് വി മൈനസ് ആയിട്ട് മാറും. ഓക്കെ, വി മൈനസിന് വീണ്ടും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി പ്ലസ് ഗാമ ആർ എന്നായി. വി പ്ലസ് കോമൺ ആക്കി എടുത്തപ്പോൾ 1 മൈനസ് ഗാമ ആർ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ് റേഷ്യോ എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമം ആയിരുന്നു. ഇവിടെ വി ഈ 1 ഡിവൈഡ് ബൈ 2 ചെയ്താൽ വി പ്ലസും വി പ്ലസും കൂടി ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുക, 1 പ്ലസ് ഗാമ ആർ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ ആർ എന്നായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ് റേഷ്യോന്റെ ഒരു ഇക്വേഷൻ ആണെന്ത്, 1 പ്ലസ് ഗാമ ആർ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ ആർ. ഓക്കെ, ഇതിന് നമ്മൾ എന്തായിട്ട് സ്റ്റാൻഡിങ് വേവ് റേഷ്യോനെ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഗാമ ആർ കണ്ടെത്തുകയാണെങ്കിൽ, അതായത് എസ് നമുക്ക് തന്നിട്ടുണ്ട്, ഗാമ ആർ കണ്ടെത്താൻ ഉള്ള ഇക്വേഷൻ ആണ് എന്ത്, ഗാമ ആർ ഇസ് ഈക്വൽ ടു എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1. ഓക്കെ, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഗാമ പിന്നെ അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക, ഗാമ ആർ എന്നുള്ള കോമൺ ആക്കി എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 എന്നായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമം 1 പ്ലസ് ഗാമ ആർ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ ആർ, ഇവിടെ എന്താണ് എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1. ഇക്വേഷൻസ് എന്താ ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അഥവാ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലോഡ് ഇംപെഡൻസും ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസും തന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഗാമ ആർ, അതായത് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ത്, ZL മൈനസ് Z0 ഡിവൈഡ് ബൈ ZL പ്ലസ് Z0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ്, ഓക്കെ, ഈ 3 ഇക്വേഷൻസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും ഓർത്തിരിക്കുക, ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ZL പറഞ്ഞ പേരാണ് ലോഡ് ഇംപിഡൻസ്, Z0 എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ്. ഓക്കെ, ഇനി ഈ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 0 എന്ന് വെച്ചാൽ, ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 0 എന്ന് വെച്ചാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 0, ഈ ടേം 0, ഈ ടേം 0, 1/1 സിക്വൽ ടു എസ് എന്ന് കിട്ടും, 1 എന്ന് കിട്ടും. ഓക്കെ, സ്റ്റാൻഡിങ് വേവ് റേഷ്യോ 1 എന്ന് വെച്ചാൽ എന്താ, പെർഫെക്റ്റ് മാച്ച് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഗാമ ആർ ഈസിക്വൽ ടു 1 ആണെന്നെങ്കിൽ, ഓക്കെ, ഗാമ ആർ ഈസിക്വൽ ടു 1 ആണെങ്കിൽ 1 മൈനസ് 1 എന്ന് വെച്ചാൽ എന്ത് വരും, 0 വരും. അപ്പോൾ ഒരു ടേം ഡിവൈഡ് ബൈ 0 എന്നാൽ എന്തായി, എസിന്റെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി ആണ്. അതായത് എസ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താ, അവിടെ പെർഫെക്റ്റ് മിസ്മാച്ച് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആറിന്റെ വാല്യൂ, അതായത് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കണം. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ലോസ് കോആക്സിയൽ കേബിൾ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 50 ohm is terminated by a resistive load of 150 ohm. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് Z0 ആണ് ഈ 50 ohm തന്നിട്ടുള്ളത്. ടെർമിനേറ്റഡ് ബൈ റെസിസ്റ്റീവ് ലോഡ്, അതായത് ഇംപിഡൻസ്, ലോഡ് ഇംപിഡൻസ് ആണ് 150 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ Z0 50 എന്നുണ്ട്, ZL 150 എന്നുണ്ട്. കാൽക്കുലേറ്റ് വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ. ഓക്കെ, SWR ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, if maximum voltage in SWR is equal to 30 watt, find the minimum voltage. മിനിമം വോൾട്ടേജും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ കാണാം. ഓക്കെ, അപ്പോൾ SWRന്റെ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം, വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമം. ഓക്കെ, നമുക്ക് വി മാക്സ് തന്നിട്ടുണ്ട്
30 വോൾട്ട് എന്നുള്ളത്. വി മിനിമം കാണാൻ പറഞ്ഞിട്ടുണ്ട്, SWR കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ, 1 പ്ലസ് ഗാമ ആർ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ ആർ. ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ടോ? റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും തന്നിട്ടില്ല. പക്ഷേ Z0യും ZL തന്നാൽ നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ എന്തെന്നോ, R is equal to ZL minus Z0 divided by ZL plus Z0. ഓക്കെ, ZL വാല്യൂ എത്ര എന്നാണ്? 150 എന്നങ്ങനെ, Z0 വാല്യൂ 50 എന്നാണ്. ഓക്കെ, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 150 മൈനസ് 50 ഡിവൈഡ് ബൈ 150 പ്ലസ് 50. മേലെ 100 വരും, താഴെ എന്ത് വരും? 200 വരും. 0 ക്യാൻസൽ ആയി പോയാൽ 1/2 എന്നുള്ള വാല്യൂ കിട്ടും, അതായത് 0.5. ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് കിട്ടി? 0.5 എന്ന് കിട്ടി. അപ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യാണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 0.5 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5. ഓക്കെ, എന്താ കിട്ടുക? 1.5 ഡിവൈഡ് ബൈ 0.5, 3 എന്നുള്ള വാല്യൂ തരം SWR കിട്ടുക. ഓക്കെ, അപ്പോൾ SWR എന്നുള്ളത് 3 എന്ന് കിട്ടി. പിന്നെ എന്താണ്? മാക്സിമം വോൾട്ടേജ് 30 ആണെന്ന് പറഞ്ഞു. ഓക്കെ, SWR 3 കിട്ടി, മാക്സിമം വോൾട്ടേജ് 30 ആണ്. അപ്പോൾ മിനിമം വോൾട്ടേജ് എന്താ കാര്യം വരിക? വി മിനിമം ഈസ് ഇക്വൽ ടു 30/3, 10 വോൾട്ട് എന്നായിട്ടും കിട്ടും. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ 30 മീറ്റർ ലോങ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് Z0 50 ഓം തന്നിട്ടുണ്ട്. അതേപോലെ ടെർമിനേറ്റഡ് വിത്ത് ലോഡ് ഓഫ് 60 പ്ലസ് J40 ഓം. ZL എത്ര തന്നിട്ടുണ്ട്? 60 പ്ലസ് J40 തന്നിട്ടുണ്ട്. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ZL മൈനസ് Z0 ഡിവൈഡ് ബൈ ZL പ്ലസ് Z0. ZL വാല്യൂ 60 പ്ലസ് J40, Z0 എന്നുള്ളത് 50. ഓക്കെ, അപ്പോൾ 60 പ്ലസ് J40 മൈനസ് 50 ഡിവൈഡ് ബൈ 60 പ്ലസ് J40 പ്ലസ് 50. റിയൽ ടേം ആഡ് ചെയ്യുകയാണെങ്കിൽ 60 മൈനസ് 50 എന്ത് വരും? 10 എന്ന് വരും, പ്ലസ് J40. ഇവിടെ 60 പ്ലസ് 50 110 എന്ന് വരും, പ്ലസ് J40. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ കോംപ്ലക്സിൽ ഇട്ടിട്ട് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അപ്പം എന്ത് കിട്ടും നമുക്ക്? 0.197 പ്ലസ് J0.29 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റിന് എന്തില്ല? കോംപ്ലക്സ് നമ്പർ ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ എന്ത് കാണാം? മാഗ്നിറ്റ്യൂഡ് കാണാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? 0.351 എന്നുള്ള വാല്യൂ കാര്യം എന്ത് കിട്ടുക? റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടുക. ഓക്കെ, ഇനി സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടുക, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? 1 പ്ലസ് ഗാമ ആർ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ ആർ. ഓക്കെ, അപ്പോൾ ഗാമ ആർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് 0.351 ഡിവൈഡ് ബൈ 1 മൈനസ് 0.35, 2.08 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ടും പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് മതി? ഏത് ഇക്വേഷൻസ് പഠിച്ചാൽ മതി? ഈ 3 ഇക്വേഷൻസ്, SWRന്റെ ഈ 2 ഇക്വേഷൻ, ഗാമാറിന്റെ S-1 ഡിവൈഡ് ബൈ S+1, പിന്നെ അതേപോലെ ഗാമാർ കാണാനുള്ളതാണ് ZL മൈനസ് Z0 ഡിവൈഡ് ബൈ ZL പ്ലസ് Z0. ഓക്കെ ആണല്ലോ.